പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. തേർഡ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി ജൂലൈ 11 ഉച്ചക്ക് 3 മണി വരെയാണ്. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്തു. തേർഡ് അലോട്ട്മെന്റ് പ്രകാരം 11 തീയതി ഉച്ചക്ക് 3 മണി വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, ഇതുവരെ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ജൂലൈ 11 ഉച്ചക്ക് 3 മണിക്ക് മുമ്പായിട്ട് മാൻഡേറ്ററി ഫീ അടച്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ കോളേജിൽ പോവേണ്ടത്. പെർമനന്റ് അഡ്മിഷൻ ആണ് എടുക്കേണ്ടത്. എല്ലാ വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പോവേണ്ടത്. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച അതേ കോളേജിലാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജിൽ നിന്നും തേർഡ് അലോട്ട്മെന്റിലേക്ക് പുതിയ കോളേജിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോളേജിൽ നിന്നും പോയി TC വാങ്ങി നിങ്ങൾ അടച്ച മുഴുവൻ ഫീസും വാങ്ങിയിട്ട് നിങ്ങൾക്ക് പുതിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എല്ലാ ഫീസും തിരിച്ച് തരുന്നതാണ്. ആദ്യം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിന്നും തേർഡ് അലോട്ട്മെന്റ് വ്യത്യസ്തമായിട്ടുള്ള കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് തിരിച്ചു വാങ്ങാൻ കഴിയുന്നതാണ് എന്നും കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ TCയും വാങ്ങണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ ഒക്കെ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തത് തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് പുതിയൊരു കോളേജ് കിട്ടി, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് പ്രകാരം പുതിയതിലേക്ക് മാറേണ്ട ആവശ്യം നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ ചൂസ്. പക്ഷേ അലോട്ട്മെന്റ് പ്രകാരം സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി തേർഡ് അലോട്ട്മെന്റ് പുതിയ കോളേജ് ആണെങ്കിൽ നിർബന്ധമായിട്ട് മാറൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് 11 തീയതി ഉച്ചക്ക് 3 മണി വരെയാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ അല്ല തേർഡ് അലോട്ട്മെന്റിൽ ലഭിച്ചതെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തും. ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന പക്ഷം നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറൽ നിർബന്ധമാണ്. എന്നാൽ ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ തേർഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷനുകളൊക്കെ ക്യാൻസൽ ചെയ്തു, അതോടുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ തുടരാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട എന്നിവയിലൊക്കെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ്, അതുപോലെ സപ്ലിമെന്ററി അലോട്ട്മെന്റ്. എഡിറ്റിംഗ് വരാൻ പോകുന്നത് ഈ വരുന്ന 15 തീയതിയാണ്. 15, 16, 17, 18 തീയതികളാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ജൂലൈ 22-നാണ്. അതിന്റെ വിവരങ്ങളൊക്കെ പതിയെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.